ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ആണ്ടുവട്ടം 10-ാം വാരത്തിലെ വെള്ളിയാഴ്ചയായ ഇന്ന് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 27 മുതൽ 32 വരെയുള്ള തിരുവചനങ്ങളാണ് നമ്മുടെ ധ്യാന വിഷയമാവുക. വ്യഭിചാരം ചെയ്യരുത് എന്ന പുരാതന കൽപ്പനയ്ക്ക് കുറച്ചുകൂടി തെളിച്ചമുള്ള വ്യാഖ്യാനം നൽകുകയാണ് യേശുനാഥൻ ചെയ്യുക. ഒരാളും ഒറ്റ നിമിഷം കൊണ്ട് വ്യഭിചാരിയാവുന്നില്ല എന്ന സത്യത്തിലേക്കാണ് അവിടുന്ന് വിരൽ ചൂണ്ടുന്നത്. ഒരുവൻ പാപം ചെയ്യാതിരിക്കണമെങ്കിൽ പാപഹേതുവായതെല്ലാം അവൻ തിരിച്ചറിയണമെന്നും അങ്ങനെ തിരിച്ചറിഞ്ഞവയെ പറിച്ചെറിയണമെന്നും അവിടുന്ന് ആഗ്രഹിക്കുന്നു. തെറ്റായ പാപത്തിൻ്റെ നിഴലുള്ള ചില നോട്ടങ്ങളും കാഴ്ചകളുമാണല്ലോ ജഡിക പാപങ്ങളിലേക്കുള്ള നമ്മുടെ ചവിട്ടുപടി. കണ്ണാവുന്ന കവാടത്തിലൂടെ കടന്നു വരുന്ന പാപത്തിൻ്റെ തീപ്പൊരി നമ്മുടെ ഹൃദയത്തിലെ ആസക്തിയുടെ വൈക്കോൽ കൂനയെ നമ്മൾ അറിയാതെ തന്നെ ആളിക്കത്തിക്കുന്നുണ്ട്. നമ്മുടെ ചിന്തകളെയും ഭാവനകളെയും മലിനമാക്കുന്ന കാഴ്ചകളെ നമ്മുടെ ഹൃദയത്തിലേക്ക് കടത്തിവിടാതിരിക്കുവാൻ നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് അടക്കമാകുന്ന വിശുദ്ധിയുടെ താഴിട്ട് സംരക്ഷിക്കുവാൻ നാം എപ്പോഴും ജാഗ്രത പുലർത്തണം. പ്രവൃത്തികൾ മാത്രമല്ല, പാപകരമായ ചിന്തകൾ പോലും നമ്മുടെ ആത്മശരീരങ്ങളെ മലിനമാക്കുന്നു എന്ന ബോധ്യം നമ്മിൽ ആഴപ്പെടാൻ ദൈവം ആഗ്രഹിക്കുന്നു. തിന്മയിലേക്ക് നമ്മെ വലിച്ചിഴയ്ക്കുന്ന എല്ലാ പഴുതുകളും ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് അടച്ചിടാൻ നമുക്ക് പ്രാർത്ഥിക്കാം, നിരന്തരം പരിശ്രമിക്കാം. പ്രിയമുള്ളവരെ, സ്വർഗത്തിലേക്കുള്ള നമ്മുടെ തീർത്ഥാടനത്തിൽ നരകത്തിലേക്ക് തള്ളിയിടുന്ന ചതിക്കുഴികൾ തീർക്കുന്ന എല്ലാ പാപ സാഹചര്യങ്ങളും പാപകർമ്മങ്ങളും സശ്രദ്ധം നമുക്ക് ഒഴിവാക്കി യാത്ര തുടരാം. നമ്മുടെ ഇന്ദ്രിയങ്ങളെയും ചിന്തകളെയും ഭാവനകളെയും നമുക്ക് വേണ്ടി ശരീരത്തിൽ പീഡനങ്ങൾ ഏറ്റുവാങ്ങിയ യേശുനാഥൻ്റെ തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കപ്പെടാൻ ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ കണ്ണുകളിലൂടെ അപരനെ നോക്കിക്കാണുവാൻ നമുക്ക് പരിശീലിക്കാം. ഈശോയുടെ തിരുഹൃദയം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.